ഈ 21 മന്ത്രിമാരുടെ കൂട്ടത്തില് ധൈര്യമുള്ള മന്ത്രിമാരാരാന്ന് വെച്ചാൽ ഞാൻ പറയും, ഒന്ന് KM ഷാജി, ഒന്ന് മന്ത്രിസഭയിലെ ബേബി ആയിട്ടുള്ള OJ ജനീഷും. 21 മന്ത്രിമാർക്ക് ബാക്കിയുള്ളവർക്കും ധൈര്യമില്ല. അങ്ങനെയല്ല, ഈ മന്ത്രിമാർക്കൊക്കെ ഓരോ ഭവനുണ്ട്. അതായത് മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസിൽ, പ്രതിപക്ഷ നേതാവ് താമസിക്കുന്ന കന്റോൺമെന്റ് ഹൗസ്, സനഡു, അങ്ങനെ ഓരോരോ പേരിൽ, മൻമോഹൻ ബംഗ്ലാവ്. ഈ മൻമോഹൻ ബംഗ്ലാവ് എന്നുള്ള വീട്ടിൽ താമസിച്ച മന്ത്രിമാർക്ക് ഭാവി ഉണ്ടാവില്ല, അവരുടെ ഭാവി അതോടുകൂടി കഴിഞ്ഞു, അങ്ങനെയൊക്കെ ഒരു വിശ്വാസമാണ്. അതുപോലെ പല മന്ത്രിസഭകളും ഏറ്റെടുക്കാൻ ആള് വരാറില്ല. ഇപ്രാവശ്യം അങ്ങനെ ഒരു ഇതുണ്ടായി എന്നുള്ള ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു ധൈര്യം കാണിച്ചത് ഈ മന്ത്രിസഭയിൽ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള യുവജനങ്ങളുടെ ആവേശമായിട്ടുള്ള OJ ജനീഷാണ്. ജനീഷിനെ ആ ധൈര്യത്തിന് അഭിനന്ദിക്കുകയാണ്. കാരണം മൻമോഹൻ ബംഗ്ലാവ് ഏറ്റെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞത് വിശ്വാസമാവാം, പക്ഷെ അന്ധവിശ്വാസം ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഈ കാറിന്റെ കേസിലും. 1 മുതൽ മന്ത്രിമാർക്ക് ഓരോരുത്തർക്കും ഓരോ നമ്പർ ഉണ്ടാവും. 1-ാം നമ്പർ കാറിൽ മുഖ്യമന്ത്രി ആയിരിക്കും, അത് VD സതീശനാണ്. 2-ാം നമ്പർ കാറിൽ കുഞ്ഞാലിക്കുട്ടിയാണ്, മുസ്ലിം ലീഗ് നേതാവ്. പിന്നെ അങ്ങനെ ഓരോ മന്ത്രിമാർക്കും ഓരോ നമ്പർ ഉണ്ടാവും. പക്ഷെ ഈ 13-ാം നമ്പർ കാർ ഏറ്റെടുക്കാൻ ഒരാൾ തയ്യാറാവുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്രാവശ്യം ഷാജി അത് ഏറ്റെടുത്തു. എനിക്ക് ഒരാളതൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു, ഞാൻ ധൈര്യമായിട്ട് ഏറ്റെടുക്കാന്ന് പറഞ്ഞു 13-ാം നമ്പർ കാർ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ഇവർ 2 ആളുകളിൽ ഞാൻ ധൈര്യമുള്ള മന്ത്രിമാരെന്ന് പറയാൻ കാരണം. 10, 11, 12 അത് കഴിഞ്ഞ് 13 ഇങ്ങനെ നമ്പർ ശ്രേണിയിൽ ഒരു നമ്പർ എന്നല്ലാതെ അതിന്റെ അപ്പുറത്തൊരു പ്രത്യേകത ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യും.